എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എനിക്ക് പ്രിയപ്പെട്ട പൊയിലൂരിലെ എല്ലാവരോടും നമസ്കാരം അറിയിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗോകുലം ഗ്രൂപ്പിന്റെ ചെയർമാനായ ശ്രീ ഗോപാലേട്ടൻ പൊയിലൂര് ശ്രീനാരായണ മഠത്തിൽ ഒരു ഫംഗ്ഷനുണ്ട്, വരണം എന്ന് പറയുകയും, പക്ഷെ അത് വേറൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിലായതുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത കാര്യമായിരുന്നു. പക്ഷെ ഇവിടുന്ന് എല്ലാവരും അത് തീരുമാനിച്ചുറപ്പിച്ച ഒരവസ്ഥയിലും പിന്നീട് ഗോപാലേട്ടൻ പറയുമ്പോൾ അത് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലേക്കുമാണ് കാര്യങ്ങൾ മാറിയത്. പക്ഷേ വരാതിരുന്നെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായി മാറിയെന്നെ. ഒരു ഗ്രാമത്തിൻ്റെ ഐക്യം, കൂട്ടായ്മ, സ്നേഹം, ഇതൊക്കെയാണ് പൊയിലൂരിലെ മണ്ണിൽ ഞാൻ കണ്ടറിഞ്ഞത്. എത്രയും അധികം ആളുകൾ, എനിക്ക് തോന്നുന്നു ഞാനും ജനിച്ചത് ഒരു ഗ്രാമത്തിൽ തന്നെയാണ്. അവിടെ പണ്ടൊക്കെ ഉത്സവം, ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുമ്പോഴാണ് ആ നാട്ടിലെ ആളുകൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഇതുപോലെ വലിയ ആരവവും സ്റ്റേജിൽ പ്രോഗ്രാം കാണാനൊക്കെ ആയിട്ട് അന്ന് ഡാൻസ്, ബാലെ, നാടകം, അങ്ങനെ ഒരുപാട് കലാരൂപങ്ങൾ. പിന്നീട് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊക്കെ നമുക്ക് ഇതുപോലെ ഗ്രാമത്തിൽ ഒരു ക്ഷേത്രത്തിലൊക്കെ അപൂർവമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇതുപോലുള്ള ഒത്തുചേരൽ. ഇന്നിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു ജനാവലി. അത് കൊച്ചു കുട്ടികളടക്കം കുടുംബസമേതം എല്ലാവരും വരിക. ഒരുപാട് നന്ദിയുണ്ട്. ഒരു 31ാമത്തെ വർഷമാണ് അഭിനയം തുടങ്ങിയിട്ട്. ഇത്രയും കാലം എനിക്ക് തോന്നുന്നു ഒരു 3ാമത്തെ തലമുറയായിരിക്കും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ അത് പറയാൻ കാരണം, ഇവിടെ അമ്മമാരുടെ സ്ഥാനത്ത്, അച്ഛന്മാരുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മൂമ്മമാര് എന്ന് പറയുന്ന ആൾക്കാർ വരെ ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ ഒരു മധ്യ വയസ്കിലെ ആ ഒരു സമയത്തായിരിക്കും ഞാൻ സിനിമയിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് അവർക്ക് മക്കളുടെ മക്കളായിരിക്കുന്ന ഒരു കാലഘട്ടം. ഇത്രയും കാലത്തിനിടയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള പല വേഷങ്ങൾ ചെയ്യാനും, ആ വേഷങ്ങളൊക്കെ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുകയും അതിന് നിങ്ങൾ തന്ന സ്നേഹം, കയ്യടി, അതാണ് ഇന്നും എന്നെ വേദിയിൽ നിലനിർത്തുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗ്രാമത്തിൽ വരുന്നത്. ഇവിടെ നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി നിങ്ങളുടെ ഓരോരുത്തരോടും കൈപിടിച്ച് പറയുകയാണ്. കാരണം നിങ്ങളുടെ വിലയേറിയ ഒരുപാട് സമയം മാറ്റിവെച്ചാണ് നിങ്ങളെല്ലാവരും ഈ ഒരു ചടങ്ങിൽ വന്നിരിക്കുന്നത്. രവിയേട്ടൻ ഇവിടെ സംസാരിക്കുകയുണ്ടായി. രവിയേട്ടൻ്റെ സംസാരം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച അടുത്ത പരിപാടിയുടെ തലയിലേക്ക് വരാൻ പോവാത്. കാരണം രവിയേട്ടൻ ആവേശം കയറിയിട്ട് പോയപ്പോൾ ദൈവമേ ഇനി ഇതെന്താവുമോ. അദ്ദേഹത്തിൻ്റെ സ്നേഹമാണത്, രോഷമാണത്, അത് നമ്മളോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള, എന്നെ പലപ്പോഴും ഗോപാലേട്ടൻ്റെ കൂടെ കണ്ടിട്ടുള്ള ആ ഒരു സ്നേഹമാണ്. പിന്നെ ഈ സായാഹ്നത്തിൽ നിങ്ങളുടെ മുമ്പിൽ വരാനും, ഇവിടെ ഒരുപാട് നേരം ഈ കലാപരിപാടികളൊക്കെ ഉണ്ട്, കുറച്ച് കണ്ടിട്ട് പോകാനൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ നാളെ വെളുപ്പിന് ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവിടുന്ന് ഇറങ്ങും.
അപ്പോൾ ഇനിയൊരു അവസരത്തിൽ വിശദമായിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് തമാശകളൊക്കെ പറഞ്ഞ് ഇരിക്കാനുള്ളൊരവസ്ഥ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ വരാനും രവിയേട്ടൻ പറഞ്ഞ പോലെ 4 മണിയപ്പോൾ എന്നെ ഗോപാലേട്ടൻ വിളിച്ചു പറഞ്ഞു ഫ്ലൈറ്റ് മിസ്സായി. ഇവിടെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, കാരണം എനിക്കങ്ങനെ ആരും പരിചയമില്ല. ഗോപാലേട്ടൻ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ വരാനുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ സ്വന്തം വീട്ടിലെ ഒരാള് കുറെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ ഉണ്ടായ സ്നേഹത്തോടുകൂടിയാണ് നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിച്ചത്, നിങ്ങളെല്ലാവരും എന്നെ സ്വീകരിച്ചത്. നിങ്ങൾ കാണിക്കുന്ന സ്നേഹം ഒരിക്കലും മനസ്സിൽ നിന്ന് മായില്ല. എല്ലാവരോടും നന്ദി പറയുകയാണ്. ഈ ഗ്രാമത്തിന്റെ ഈ സ്നേഹം, ഈ ഐക്യം എന്നുണ്ടാവട്ടെ. അതൊരിക്കലും നശിക്കില്ല, നഷ്ടപ്പെടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ശ്രീനാരായണ മന്ത്രം നമ്മുടെ മനസ്സിൽ എന്നുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ജാതി ഏതായാലും മതം നന്നായാൽ മതി എന്ന് പറയുന്നത് മനുഷ്യൻ നന്നായാൽ മതി. ജാതി ഏതായാലും മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വചനം കാത്തു സൂക്ഷിക്കുന്ന ഈ ഗ്രാമത്തിലെ ഓരോരുത്തർക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിൽ ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതായിട്ടും ഈ വേദിയിൽ ഇങ്ങനെ ഒരു അവസരത്തിന് ഇവിടെ വന്ന് നിൽക്കാൻ നൽകിയ അവസരത്തിന് സർവശക്തനായ ദൈവത്തോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നു. പിന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് പ്രശ്നവും ടെൻഷനും ഉണ്ടെങ്കിലും എൻ്റെ സിനിമ വരുമ്പോൾ കാണാൻ മറക്കരുത്. എന്തായാലും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. എപ്പോഴും എന്നോടൊപ്പം നിന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. താങ്ക് യു. ഇറങ്ങിക്കോട്ടെ, പോയിട്ട് വരാം. അതിനോട് ഒരു മിനിറ്റ് കൂടി ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട 3 വൈസ് പ്രസിഡന്റ് അടക്കം 3 പേർക്ക് ഉപഹാരം പൊയിലൂർ ശ്രീനാരായണ മഠത്തിൻ്റെത് നൽകുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉപഹാരം നൽകുന്നു. ശ്രേയ ബാലന്. നമ്മുടെ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ഈ വാർഡിൽ നിന്നാണ് ശ്രീമതി ശ്രേയ ബാലൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തത് അനിഷ. തൊട്ട് നമ്മൾ ഈ മഠത്തിന്റെ തൊട്ട് എതിർഭാഗത്തുള്ള റോഡ് ഉൾപ്പെടുന്ന മേഖല അനിഷ വി. ഈ മഠത്തിനോട് തൊട്ട് പടിഞ്ഞാറ് ഭാഗം ഉൾക്കൊള്ളുന്ന നിത്യരാജനാണ് ഇവിടെ അവിടെ ആ വാർഡിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഉപഹാരം സമർപ്പിക്കുന്നു. 3-4 കുട്ടികൾ അവിടെ ദിലീപിന് ഫോട്ടോ നൽകുന്നതിന് വേണ്ടി അവിടെ താഴ്ത്തിരിക്കുന്നുണ്ട്. അവർ ഈ വേദിയിലേക്ക് വരുന്നു, ഫോട്ടോകൾ സമർപ്പിക്കുന്നു. സുസ്മി കൊടുത്തോ? ഫോട്ടോ കിട്ടും. ഫോട്ടോ ഫോണിങ്ങ ഫോണാക്കടി. വോളണ്ടിയേഴ്സ് ദിലീപിന്റെ വാഹന വ്യൂഹം, 3 വണ്ടികൾ പോകാനുള്ള ഒരുക്കങ്ങൾ, സൗകര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട വോളണ്ടിയേഴ്സ് സൗകര്യം ചെയ്തു കൊടുക്കണം. വാഹനം പോകുന്നതിന് വേണ്ടിയുള്ള വഴി ഒരുക്കി കൊടുക്കണം എന്നറിയും. ദിലീപിനുള്ള പ്രിയതാരം ശ്രീ ദിലീപിനുള്ള മഠത്തിന്റെ ഉപഹാരം മഠം പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ പോലൂർ നൽകുന്നു.